പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തു ദൈവം നമ്മോട് ചോദിക്കുകയാണ്. എൻ്റെ മുന്നിലിരിക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും പേര് വിളിച്ച് പറയാണ്, കാർമൽ നീ ഇപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു? അല്ലെങ്കിൽ ആന്റണി നീ ഇപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു? മേരി നീ ഇപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു? 1 രാജാക്കന്മാരുടെ പുസ്തകം അധ്യായം 19 9 തിരുവചനം നമുക്ക് ഏറ്റു പറയാനായിട്ട് സാധിക്കണം. അവൻ അവിടെ ഒരു ഗുഹയിൽ വസിച്ചു. അവിടെ വെച്ച് രാജ്ഞീനെ ഭയപ്പെട്ട് ഗുഹയിൽ വസിക്കുകയാണ് മലയിൽ. അവിടെ വെച്ച് കർത്താവിൻ്റെ സ്വരം അവൻ ശ്രവിച്ചു. ഏലിയ നീ ഇവിടെ എന്ത് ചെയ്യുന്നു? പേര് ചൊല്ലി വിളിക്കുകയാണ്. അപ്പോൾ ഏലിയ പറഞ്ഞു, സൈന്യങ്ങളുടെ കർത്താവായ ദൈവത്തെക്കുറിച്ചുള്ള തീക്ഷ്ണതയാൽ ഞാൻ ജ്വലിക്കുകയാണ്. കർത്താവായ ദൈവത്തെക്കുറിച്ചുള്ള തീക്ഷ്ണതയാൽ ഞാൻ ജ്വലിക്കുകയാണ്. ഓരോ നിമിഷവും ദൈവം നമ്മോട് ചോദിക്കുന്നുണ്ട്, നീ ഇവിടെ എന്ത് ചെയ്യുകയാണ്? ദിവ്യകാരുണ്യം സ്വീകരിച്ച് ഒരിക്കൽ പോലും ഈശോയെ ഒന്ന് ഓർക്ക പോലും ചെയ്യാതെ നമ്മൾ കടന്നു പോകുമ്പോൾ ദൈവം നമ്മോട് ചോദിക്കുകയാണ്, നീ ഇവിടെ എന്ത് ചെയ്യുന്നു? അതുകൊണ്ട് നമുക്ക് സഞ്ചരിക്കുന്ന സക്രാരികളായിട്ട് മാറാം. അതീവ തീക്ഷ്ണതയാൽ ജ്വലിക്കുന്നവരാവാം. തീക്ഷ്ണതയാൽ ജ്വലിക്കുന്ന ആത്മാക്കളെ നേടുന്ന മുക്കുവൻ്റെ വല പിടിച്ചു പോയ പത്രോസ്, യോഹന്നാൻ, യാക്കോബിനെ പോലെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം. ആമേൻ.